മഹാരാഷ്ട്രയിലെ ജൽഗാവിൽ ലഖ്പതി ദീദി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. 11 ലക്ഷം ലഖ്പതി ദീദിമാരെ ആദരിക്കുകയും സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ചെയ്തു. വനിതകളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. जलगांव महाराष्ट्र की तस्वीरें, जहां पे 11 लाख जो लखपति दीदियां हैं उन्हें प्रमाण पत्र प्रधानमंत्री द्वारा दी जाएंगे. देखिए यहाँ पर भव्य स्वागत और पारंपरिक स्वागत और संवाद करते हुए नजर आए. जब प्रधानमंत्री की आरती 4.3 ലക്ഷം സ്വയം സഹായ സംഘങ്ങളിലെ 48 ലക്ഷം അംഗങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന 2500 കോടി രൂപയുടെ റിവോൾവിംഗ് ഫണ്ട് പ്രധാനമന്ത്രി വിതരണം ചെയ്തു. 2.35 ലക്ഷം സ്വയം സഹായ സംഘങ്ങളിലെ 25.8 ലക്ഷം അംഗങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന 5000 കോടി രൂപയുടെ ബാങ്ക് വായ്പാ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. ലഖ്പതി ദീദി യോജനയുടെ ആരംഭം മുതൽ ഇതിനകം 1 കോടി സ്ത്രീകളെ ലഖ്പതി ദീദികളാക്കിയിട്ടുണ്ട്. 3 കോടി ലഖ്പതി ദീദിമാരാണ് സർക്കാരിന്റെ ലക്ഷ്യം. കേരളത്തെ പ്രതിനിധീകരിച്ച് കുടുംബശ്രീ അയൽക്കൂട്ടാംഗങ്ങളായ സുധാ ദേവദാസും എൽസി ഔസേപ്പും ചടങ്ങിൽ സംബന്ധിച്ചു. ജോധ്പൂരിൽ നടക്കുന്ന രാജസ്ഥാൻ ഹൈക്കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിലും പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. തത്സമയ ദൃശ്യങ്ങൾ കാണാം. महिलाओं के लिए राजनीति में आरक्षण को लेकर पहले केवल चर्चा होती थी. मोदी जी ने वह करके दिखाया है. उनका नाम मोदी जी है आणि म्हणून आपल्या सगळ्यांच्या वतीने मी त्यांचा मनापासून धन्यवाद देतो. स्वयं सहायता बचत गटों से जुड़ी 1 करोड़ लखपति दीदी आज अपने बलबूते पर अपने परिवार का पालन पोषण कर रही है. आज महाराष्ट्र ने मुख्यमंत्री महिला सशक्तिकरण योजना शुरू कर सही अर्थ से प्रधानमंत्री जी का सपना साकार करने की शुरुआत की है. आज इथून संपूर्ण देशातल्या सेल्फ हेल्प ग्रुपना 2500 कोटी रुपये रिव्हॉल्विंग फंडचं देखील वाटप मोदीजींच्या हस्ते होते. 5000 कोटींचं आर्थिक सहाय्य केलं जाणार आहे. मला हे सांगायला आनंद वाटतो की देशातल्या 3 कोटी മഹാരാഷ്ട്രയിലെ ജൽഗാവിൽ ലഖ്പതി ദീദി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുകയാണ്.